എല്ലാ ദിവസവും വെക്കും. ഹായ് 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 എല്ലാവരും കൊതിപ്പിച്ചിട്ട് നാളെ വയറുവേദന എടുത്തോണ്ടാ. ഹായ് ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയ ട്രിപ്പിന് പോലെയാണ് കേട്ടോ. സ്ഥലം വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും. രാത്രി ഒരു 10:30 ആയപ്പോൾ വിശന്ന് എല്ലാവർക്കും. അപ്പോൾ ഒരു ധാബയിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. രാത്രി നല്ലോണം ഉറങ്ങി വണ്ടിയിൽ കേട്ടോ. രാത്രിയുടെ വ്യൂ ആണ്. രാവിലെ നമ്മുടെ സ്ഥലത്തെത്തി. ആ ഗോപുരം കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെറുതായിട്ട് പിടികിട്ടിയില്ലേ എവിടെയാണെന്ന്? ഇപ്പം മനസ്സിലാവും കേട്ടോ. അതെ, ഇപ്പോൾ കണ്ടാൽ ഫുള്ള് മനസ്സിലായിട്ടുണ്ടാവും ഞങ്ങൾ എവിടെ എത്തിയെന്ന്. അതെ, നിങ്ങൾ ഊഹിച്ച സ്ഥലത്ത് തന്നെ, തഞ്ചാവൂർ. ഇതൊരു 7:30 മണിയൊക്കെ ആയി കേട്ടോ ഈ വ്യൂ. അപ്പോൾ തിരക്കൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു തിരക്കൊന്നുമില്ല, റൂമിന് ഫ്രഷൊക്കെ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഫ്രഷൊക്കെ ആയി വന്നപ്പോൾ അടിപൊളി തിരക്കായിരുന്നു അവിടെ. പിന്നെ തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രമാണ്, അല്ലെങ്കിൽ തഞ്ചാവൂർ ക്ഷേത്രം. തമിഴ്നാട്ടിലെ കാവേരി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ തഞ്ചാവൂർ ക്ഷേത്രം. ഫസ്റ്റ് തന്നെ ഞാനൊരു നടത്തത്തിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ശിവഭഗവാനെ ഒന്ന് തൊഴാനായിട്ട് തിരക്കൊന്നുമില്ല കേട്ടോ. പിന്നെ വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്തു. പിന്നെ അമ്പലമൊക്കെ ഫുള്ളായിട്ട് ചുറ്റിയൊക്കെ കറങ്ങി. ഇത് പെരിയ കോവിൽ അല്ലെങ്കിൽ തിരുവുടയാർ കോവിൽ, അതും അല്ലെങ്കിൽ രാജരാജേശ്വര കോവിൽ എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. ഏകദേശം 216 അടി ഉയരവും 14 നിലകളുമുള്ള ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കാൻ 16 വർഷമെടുത്തു. സങ്കീർണമായ കൊത്തുപണികളുടെ കൂടിയ മനോഹരമായ ശില്പങ്ങൾ, ഇടനാഴികൾ, നൃത്തരൂപങ്ങൾ എന്നിവരൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. അത് സത്യമാണ് കേട്ടോ. എന്ത് ആകർഷണമാണെന്നറിയോ ഈ ഗോപുരമൊക്കെ കാണാനായിട്ട്. ഈ ക്ഷേത്രം തന്നെ അത്രയ്ക്ക് അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് പോയിട്ടൊന്ന് വിസിറ്റ് ചെയ്തിട്ട് ഒന്ന് വരണം. അത്രയ്ക്ക് മനോഹരമാണ്. ഈ നൈറ്റ് വ്യൂ അതൊരു രക്ഷയില്ല കേട്ടോ. നിങ്ങൾ രാവിലെ പോയിട്ട് തൊഴുതിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പിന്നെ രാത്രി ഒന്നും കൂടി ഒന്ന് പോകണം കേട്ടോ. അത്രയ്ക്ക് മനോഹരമാണ് രാത്രിത്തെ വ്യൂവും കൂടി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരം ഇരുന്ന് നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് റൂമിൽ പോയി. അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം.